ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിക്കോഡ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാംഗ്വേജ് ഫണ്ടമെന്റൽസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? സോ അതിൻ്റെ ടാസ്കുകളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ടാസ്ക് തരുന്നത്. അപ്പം ടാസ്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, ഞാനിപ്പോൾ അതിൽ തരുന്ന ടാസ്കുകൾ നിങ്ങൾ അതിൻ്റെ കോഡ്, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയ കോഡ്, അല്ലെങ്കിൽ എറർ വന്ന കോഡ്, അല്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരായ കോഡ് ഏതാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയ കോഡ് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ പറയണത് ഒന്ന്, ടാസ്ക് ചെയ്യാൻ പറയണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ കമൻറ്റ് ചെയ്യാൻ പറയണത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട്, നിങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കോഡ് റണ്ണായി, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണത് കണ്ടിട്ട് ബാക്കിയുള്ളവർ അവർ കമൻറ്റ് ചെയ്തു, എനിക്കും ഇത് ചെയ്ത് നോക്കണം എന്ന് അവർക്കൊരു ഇൻസ്പിറേഷൻ വരും. അപ്പോൾ അവരും ചെയ്ത് നോക്കും. ഓക്കെ, അതല്ല നിങ്ങൾക്കൊരു എറർ വന്നു, അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കൊടുക്കും താഴെ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവർക്കും അതേ സെയിം എറർ വരാണെങ്കിൽ അവർക്കും അതിൽ നിന്ന് സൊല്യൂഷൻ കിട്ടും ഇല്ലേ? സോ നിങ്ങൾ ടാസ്ക് ചെയ്യുക, ആ കോഡ് ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക. എറർ ആണെങ്കിലും കറക്റ്റ് കോഡാണെങ്കിലും തെറ്റായ കോഡാണെങ്കിലും എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ടാസ്കിലോട്ട് കയറാം. ഫസ്റ്റ് വൺ, നമ്മൾ നെയിമും ഏജും ഒക്കെ പ്രിന്റ് ചെയ്യിച്ചു അല്ലേ? അതേപോലെ തന്നെ എനിക്കൊന്ന് പ്രിന്റ് ചെയ്യിക്കണം. ഹലോ, വെൽക്കം ടു പൈത്തൺ community of Sheepcoder. This is 2021. ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കണം. ഇതിൽ എനിക്ക് പൈത്തൺ കമ്മ്യൂണിറ്റി എന്നില്ലേ, കമ്മ്യൂണിറ്റി, ദെൻ ഷീകോഡർ, ദെൻ 2021. ഈ മൂന്നും എനിക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഇത് ഒരു നമ്മളൊരു നെയിം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കോഡ്സിൽ ഇത് കൊടുക്കാം. ദെൻ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതും കോഡ്സിൽ കൊടുക്കാം. ദെൻ ഇയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത് കോഡ്സിൽ കൊടുക്കേണ്ട നമ്പറാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം, ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കണം. മനസ്സിലായോ? ഇത് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്തെടുത്തിട്ട് പ്രിന്റ് ചെയ്യിക്കാം. ഇനി അടുത്തത് ഇതേ സെയിം തന്നെ എന്താണ്, എനിക്ക് മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കണം. പക്ഷെ ഇതിൽ ഈ കമ്മ്യൂണിറ്റി നെയിമും ഇയർന്നും പറയണത് എന്താണ്, എനിക്ക് ഇങ്ങനെ റീഡ് ചെയ്തെടുക്കരുത്, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം. ഇയർ മാറി പോകണം. അപ്പോൾ അതുകൊണ്ട് കീബോർഡിൽ നിന്ന് എനിക്ക് വാല്യൂസ് റീഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നേരിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത് പ്രിന്റ് ചെയ്യിക്കാം, ദെൻ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്തെടുത്തിട്ടുള്ളത് പ്രിന്റ് ചെയ്യിക്കാം. മനസ്സിലായോ? ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ സ്വാപ്പിംഗ് വിത്ത് തേർഡ് വേരിയബിൾ ചെയ്തായിരുന്നു ഇല്ലേ? ഇനി പെർഫോം സ്വാപ്പിംഗ് വിത്തൗട്ട് തേർഡ് വേരിയബിൾ. മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്യാതെ സ്വാപ്പിംഗ് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ഈ കോഡുകളൊന്നും നെറ്റിൽ ബ്രൗസ് ചെയ്ത് നോക്കരുത്. അതേപടി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളത് പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലോജിക്ക് നോക്കാം, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ലോജിക്ക് എഴുതി നോക്കാം കേട്ടോ. എഴുതി നോക്കിയിട്ട് എങ്ങനെ സ്വാപ്പ് ചെയ്യാം, അപ്പോൾ ഇത് ഇവിടെ വെക്കുമ്പോൾ അത് എന്താവും, അങ്ങനെ ലോജിക്ക് എഴുതി നോക്കാം. എഴുതി നോക്കിയിട്ട് അത് നിങ്ങൾ കോഡാക്കാൻ ശ്രമിക്കുക, മാക്സിമം ട്രൈ ചെയ്യാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ, നിങ്ങളുടെ ലോജിക്ക് സിങ്ക് ആയിട്ടില്ലെങ്കിൽ ലോജിക്ക് മാത്രം നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ കോഡ് മുഴുവൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യരുത്, അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നതെന്നുള്ള ലോജിക്ക് മനസ്സിലാക്കാൻ നെറ്റിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തനിയെ ചെയ്യാം. തനിയെ ചെയ്യുന്നതിന് മുന്നൊന്ന് എഴുതി നോക്കാം ലോജിക്ക് കറക്റ്റ് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് തനിയെ ചെയ്യാം. ഓക്കെ, സ്വാപ്പിംഗ്. ഈ നാലാമത്തെ, ഒരു മിനിറ്റ്, അതിന് മുൻപ് നോട്ട്സ് എവിടെ? നോട്ട്സ് ഇവിടെ. ഓക്കെ, നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കേട്ടിട്ടുണ്ട് അല്ലേ? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കേട്ടിട്ടുണ്ട്. ഏതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? അഡീഷൻ, പ്ലസ് അല്ലേ, subtraction, minus, multiplication,
സ്റ്റാർ ഡിവിഷൻ സ്ലാഷ് അല്ലേ. പിന്നെ ഇതാ മോഡുലസ് കേട്ടിട്ടുണ്ടായിരിക്കും, മോഡ് ഓപ്പറേറ്റർ. പിന്നെയുള്ളത് ഫ്ലോർ ഡിവിഷൻ. ഫ്ലോർ ഡിവിഷൻ അത് ഡബിൾ സ്ലാഷ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. പിന്നെയുള്ളത് എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ പവർ ഓപ്പറേറ്റർ. ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ആഡ് വെക്കുകയാണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞാൽ എന്താ, 10 + 20 = 30. അഡീഷൻ. സബ്ട്രാക്ഷൻ എങ്ങനെ വരുന്നത്, 20 - 10 = 10. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ, 1 * 2 = 2. ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത്, 10 ÷ 3 ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, 3.333 എന്നൊക്കെയുള്ള നമ്മുടെ ആൻസർ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ വരുന്നത്. പിന്നെന്താ മോഡ്, 10 mod 3 എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നില്ലേ, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറക്റ്റ് ആൻസർ ആണ് ഇത് 3 എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പേപ്പറിൽ എഴുതി ഹരിക്കുന്നുണ്ടെങ്കിൽ ആൻസർ 3 കിട്ടും, റിമൈൻഡർ 1 കിട്ടും ഇല്ലേ. ശിഷ്ടം അങ്ങനെ തോന്നുന്നു മലയാളം, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഈ മോഡ് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു ഫൈൻഡ് ദി റിമൈൻഡർ ഓഫ്, ഫൈൻഡ് ദി റിമൈൻഡർ. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ളതാണ് ഇത് മോഡ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതിന്റെ ആൻസർ 1 എന്ന് വരും. ഓക്കെ. പിന്നെ ഫ്ലോർ ഡിവിഷൻ 10/3 എന്ന് വെച്ചാൽ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യണം, 3.3333 എന്നുള്ളത് കിട്ടണം നമുക്ക് ഇല്ലേ. 10 ഹരിക്കണം 3 ചെയ്യുമ്പോൾ 3.333 കിട്ടും. അപ്പോൾ ഈ പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് വരാതെ പോയിന്റിന് മുന്നുള്ള വാല്യൂ മാത്രമേ ഇതിൽ വരുള്ളൂ, ഇതിൽ ഫ്ലോർ ഡിവിഷനിൽ വരുള്ളൂ. 3 എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഫ്ലോർ ഡിവിഷൻ എന്തിനാ, പോയിന്റിന് ശേഷമുള്ള വാല്യൂസിനെ മുഴുവൻ റിമൂവ് ചെയ്ത് കളയാൻ. ആ ഡെസിമൽ പോയിന്റിന് ശേഷം റിമൂവ് ഓൾ വാല്യൂസ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്. ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള എല്ലാ വാല്യൂസിനെ റിമൂവ് ചെയ്യാനാണ് ഫ്ലോർ ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എക്സ്പോണൻഷ്യൽ എന്താണ്, 2 * 2 എന്ന് പറഞ്ഞാൽ എന്താ, 2² അല്ലെങ്കിൽ 2 * 3 എന്ന് പറഞ്ഞാൽ 2³ നമ്മൾ റേസ് ടു എന്ന് പറയില്ലേ, റേസ് ടു അതിന്റെ മലയാളം എനിക്കറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ 2⁻3 3⁻4 എന്നൊക്കെ പറയില്ലേ, റേസ് ടു 4 5⁻9. ഇതിങ്ങനെയാണ് ഈ പവർ ഓപ്പറേറ്റർ വർക്ക് ആവുന്നത്, പവർ കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഓപ്പറേഷൻസ് ഏതൊക്കെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 നമ്പർ റീഡ് ചെയ്തെടുക്കാം. നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കില്ലേ, num1 = num2 = എന്ന് പറഞ്ഞിട്ട് 2 നമ്പർ റീഡ് ചെയ്തെടുക്കാം. ദെൻ എനിക്ക് എന്താണ് ഇതൊക്കെ ഈ മെസ്സേജ് എങ്ങനെ എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, ആഡ് = എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെസ്സേജ് പ്രിന്റ് ചെയ്യണം, സോറി അതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം. സബ്ട്രാക്ട് = എന്ന് പറഞ്ഞിട്ട് അതിന്റെ വേണം. മൾട്ടിപ്ലിക്കേഷൻ = എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ട് വേണം. അങ്ങനെ ഓരോന്നിന്റെയും ഔട്ട്പുട്ട് എനിക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേഷനെ കുറിച്ച് മനസ്സിലായില്ലേ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അപ്പൊ 4 ടാസ്ക് നമ്മൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ മെസ്സേജിനെ പ്രിന്റ് ചെയ്യിക്കുക. പിന്നെ അത് ഇനീഷ്യലൈസ് ചെയ്യാതെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുത്തിട്ട് ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുക. പിന്നെ നമ്മൾ ഇവിടെ സ്വാപ്പിങ് ചെയ്തു, തേർഡ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്തു. അതിന് പകരം തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ സ്വാപ്പിങ് ചെയ്യുക, വിത്തൗട്ട് തേർഡ് വേരിയബിൾ. ഓക്കെ. പിന്നെ ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. 2 നമ്പർ റീഡ് ചെയ്തെടുക്കുക, അതിന്റെ റെസ്പെക്റ്റീവ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഏതാണോ അത് ഇങ്ങനെ ആഡ് = സബ് = മൾ = എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് ടാസ്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിച്ചോളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.